ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുകയാണ്. തത്സമയ സംപ്രേഷണം. അതിന്റെ തെളിവായി കാണാൻ കഴിയും, നെൽകൃഷി 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വിസ്തൃതി നേരത്തെ 1.2 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപാദന വിപണന മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് യുവതലമുറയടക്കം കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കാർഷിക മൂല്യവർദ്ധനവിനും അതിനുതകുന്ന നടപടികളും സ്വീകരിച്ചു വരികയാണ്. സർ, ഇവിടെ നാളികേരത്തെ പറ്റി നേരത്തെ പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ നാളികേര കൃഷി തന്നെ ഏകദേശം ഇല്ലാതാക്കുന്ന നടപടികളായിരുന്നു UDF സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചത്. LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഈ മേഖലയിൽ വലിയ ഉണർവുണ്ടായത്. നാളികേരത്തിൻ്റെ താങ്ങുവില 32 രൂപയിൽ നിന്നും 34 രൂപയായി വർദ്ധിപ്പിച്ചു. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച കേരഗ്രാമം പദ്ധതി അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം 98 കേരഗ്രാമങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത്. 12,64,000 തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത്. സർ, ഇവിടെ കാർഷിക രംഗത്തെ പറ്റി പറയുമ്പോൾ ആസിയാൻ കരാർ ഓർക്കാതിരിക്കാൻ പറ്റില്ല. സർ, ആസിയാൻ കരാർ ഒപ്പുവെച്ചതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണല്ലോ കോൺഗ്രസ്. കേരളത്തിലെ UDFും ആസിയാൻ കരാറിനെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തവരായിരുന്നു. സർ, ആസിയാൻ കരാറിനെതിരെ സമരം ചെയ്ത ഇടതുപക്ഷത്തെ വല്ലാതെ പരിഹസിക്കുകയായിരുന്നു അന്ന് UDF ചെയ്തത്. സർ, റബ്ബർ കൃഷിയുടെ നട്ടെല്ലൊടിച്ചത് ആസിയാൻ കരാറാണ്. അപ്പോൾ ആകാവുന്ന വിധത്തിൽ റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചത്. സർ, എന്നാൽ LDF സർക്കാർ റബ്ബർ സബ്സിഡിക്കുള്ള തുക 600 കോടി രൂപ ഉയർത്തിയിട്ടുണ്ട്. റബ്ബർ റീപ്ലാന്റിംഗ് സബ്സിഡി 50,000 രൂപയായി ഉയർത്തണമെന്നും റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർ, അതേപോലെ തന്നെ ക്ഷീരസഹകരണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 50 ഫോക്കസ് ബ്ലോക്കുകളെ തിരഞ്ഞെടുത്ത് സർക്കാർ വകുപ്പ് ബജറ്റ് വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതവും പ്രയോജനപ്പെടുത്തി 10,000 ഉരുക്കളെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. സർ, അതേപോലെ 40 തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കുകയാണ്. അത് ഈ മേഖലയിലെ ഒരു വലിയ കാൽവെപ്പായിരിക്കും. സർ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളം വലിയ മുന്നേറ്റം നടത്തുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഗ്രഫെയിൻ ഇന്നൊവേഷൻ സെൻറ്റർ, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം ഈ സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായതാണ്. സർ, ഓരോ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ വിശദമായി വിവരിക്കാൻ പുറപ്പെട്ടാൽ വലിയ സമയമെടുക്കും. അതെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിലും മുൻപുള്ള ചർച്ചകളിലും പ്രതിപാദിക്കപ്പെട്ടതായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സർ, എങ്കിലും ചില കാര്യങ്ങൾ 2016 UDF അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 34,43,414 അന്ന് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു.
600 രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ. കഴിഞ്ഞ UDF സർക്കാർ ആകെ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് 9,011 കോടി രൂപയായിരുന്നു. സർ, കഴിഞ്ഞ LDF സർക്കാർ 35,154 കോടി രൂപ വിതരണം ചെയ്തു. ഈ സർക്കാർ ഇതുവരെ 35,400 കോടി രൂപ വിതരണം ചെയ്തു. നിലവിൽ 63,67,000 പേർക്ക് 1,600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുകയാണ്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിഹിതമെടുത്താൽ ഏതാണ്ട് 98% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും 2% മാത്രം. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ, ഈ 3 പെൻഷനുകൾക്കാണ് കേന്ദ്രവിഹിതമുള്ളത്. അത് 6,80,000 പേർക്കാണ്. കേന്ദ്രവിഹിതം 300 രൂപ വീതം മാത്രമാണ്. ഈ കേന്ദ്രവിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ്. സർ, 2023 ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത്. അതിനായി ചെലവഴിച്ച 429 കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആ ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വ്യവസായ മേഖല വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. UDF ഭരണകാലത്ത് ആ മേഖല, പ്രത്യേകിച്ച് കയറ്, മത്സ്യം, കൈത്തറി, ഖാദി, ഇങ്ങനെ എല്ലാം അതിദയനീയാവസ്ഥയിലായിരുന്നു. തൊഴിലാളികൾ പട്ടിണിയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽ മേഖലകളെ ആകെ പുനരുജ്ജീവിപ്പിക്കാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തിനുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ്.